അലക്സ്, ഏതാണ്ട് കടകമ്പോളങ്ങൾ അടച്ചു കിടക്കുന്നു, വാഹനങ്ങൾ വളരെ കുറവ് മാത്രമേ ഓടുന്നുള്ളൂ, സർക്കാർ ഓഫീസുകളിൽ ജീവനക്കാരുടെ എണ്ണം നന്നേ കുറവാണ്, പണിമുടക്ക് ഏതാണ്ട് പൂർണ്ണമാണ് എന്ന് പറയാം. അലക്സ്, ഹാഷ്മി, കേരളത്തിൽ പണിമുടക്ക് ഈ മണിക്കൂറുകളിൽ പൂർണ്ണമാണെന്ന് നിസ്സംശയം പറയാം. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, ലേബർ കോഡ് തുടങ്ങി നിരവധി കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് BMS ഒഴികെയുള്ള ട്രേഡ് യൂണിയൻ സമരസമിതിയുടെ ഈ പണിമുടക്ക് 24 മണിക്കൂർ രാജ്യവ്യാപക പണിമുടക്കിന് ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്തത്. ഇന്നലെ രാത്രി 12 മണിക്ക് ആരംഭിച്ച പണിമുടക്കാണ് പുരോഗമിക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് മുന്നിലാണുള്ളത്. സാധാരണഗതിയിൽ വലിയ രീതിയിൽ വാഹനങ്ങളും ആളുകളും ഒക്കെ പോകേണ്ട ഇടമാണ്. നിരത്തുകൾ ഏറെക്കുറെ സജീവമാണ്. സ്വകാര്യ വാഹനങ്ങളാണ് അങ്ങിങ്ങ് കാണാൻ കഴിയുന്നത്. കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞു കിടക്കുന്നു. അതുപോലെ സ്കൂളുകൾ, ഒപ്പം സർക്കാർ ഓഫീസുകൾ ഒക്കെ അടഞ്ഞു കിടക്കുന്നു. സെക്രട്ടേറിയറ്റിലെ ഹാജർ നില നന്നേ കുറവാണെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. തൊട്ടു മുമ്പിൽ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് തമ്പാനൂർ ബസ് ടെർമിനലാണ്. ഇന്നാകെ സർവീസ് നടത്തിയത് ഇതുവരെയുള്ള എന്റെ ബോധ്യത്തിൽ 2 സർവീസ് മാത്രമാണ്. രാവിലെ 8:10 ശബരിമല തീർത്ഥാടകരെ കൊണ്ടുള്ള പമ്പ സർവീസ് ഇവിടെ ഒന്ന് പോയിട്ടുണ്ട്. മറ്റൊന്ന് പത്തനംതിട്ടയിലേക്ക്, മലപ്പുറത്തേക്ക് ഒരു സർവീസ് നടത്തിയിട്ടുണ്ട്. പമ്പ സർവീസ്, അതായത് ശബരിമല തീർത്ഥാടകരെയും മാരാവൺ തീർത്ഥാടകരെയും ഈ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അവശ്യ സേവനങ്ങളായ പാൽ, പത്രം, ആശുപത്രി, ആംബുലൻസ്, അതുപോലെ ഫയർഫോഴ്സ് തുടങ്ങി അവശ്യ സേവനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി എല്ലാ മേഖലയും സമരം ബാധിച്ചു എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് നിന്ന് പറയാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിലും ഒപ്പം ഗ്രാമീണ മലയോര മേഖലയിലും ഒക്കെ സമരം ബാധിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും സമരാനുകൂലികൾ ഓഫീസുകൾ തടഞ്ഞത്, അതായത് രാവിലെ പ്രവർത്തിച്ചു തുടങ്ങിയ ഓഫീസുകൾ പൂട്ടിച്ചതായും അതുപോലെ വാഹനങ്ങൾ തടഞ്ഞതായും KSRTC ബസ്സുകൾ തടഞ്ഞതായും ഒക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കാട്ടാക്കടയിൽ പോസ്റ്റ് ഓഫീസ്, തുറന്ന് പ്രവർത്തിച്ച പോസ്റ്റ് ഓഫീസ് സമരാനുകൂലികൾ അടപ്പിച്ചു. അവിടെ എത്തി ഏതാണ്ട് 13ഓളം ജീവനക്കാർ, അതായത് ആ പോസ്റ്റ് ഓഫീസിലെ ഭൂരിപക്ഷം ജീവനക്കാരും രാവിലെ ജോലിക്കെത്തിയിരുന്നു. അവിടെയാണ് സമരാനുകൂലികൾ എത്തി ആ പോസ്റ്റ് ഓഫീസ് നിർത്തണം, സമരം അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് അടപ്പിച്ചത്. പോത്തൻകോടും സമാനമായി തന്നെ സമരാനുകൂലികൾ പോസ്റ്റ് ഓഫീസ് അടപ്പിച്ചു. പോത്തൻകോട് മാർക്കറ്റിനുള്ളിൽ കയറി പച്ചക്കറി കടകളടക്കമുള്ളവ, ഒപ്പം സ്വകാര്യ ധനകാര്യ സ്ഥാപനം ഉൾപ്പെടെയുള്ളവ സമരാനുകൂലികൾ അടപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നെയ്യാറ്റിൻകരയുമായി ബന്ധപ്പെട്ടാണ്. നെയ്യാറ്റിൻകരയിൽ ഈ രാവിലെ 5:15 അവിടെ KSRTC സർവീസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട ചില നേരിയ വാക്കേറ്റം അവിടെ ഉണ്ടായി. അതായത് അവിടെ ഡ്യൂട്ടിക്കെത്തിയ ജീവനക്കാരും സമരാനുകൂലികളുമായി നേരിയ വാക്കേറ്റമുണ്ടായി. അവിടെ ഈ സമരാനുകൂലികൾ, CITUവിന്റെ പ്രവർത്തകർ അടക്കമുള്ളവർ ഈ AE ഓഫീസിന് മുന്നിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നതും ഉപരോധിക്കുന്നതും നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. വിഴിഞ്ഞം മേഖലയിൽ ഈ പണിമുടക്ക് പൂർണ്ണമാണ്. സമാനമായി തന്നെ കഴക്കൂട്ടം മേഖലയിലും കാട്ടാക്കടയിലും ഒപ്പം വിവിധ ഇടങ്ങളിലും റൂറൽ മേഖലയായ പാലോടൊക്കെ ഈ സമരം പൂർണ്ണമാണ്. തമ്പാനൂരിൽ കുറച്ചു മുമ്പ് നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് ഉള്ള ആ പ്രദേശത്ത് സമരാനുകൂലികൾ സ്വകാര്യ വാഹനങ്ങളെയും അതുപോലെ സർവീസ് നടത്തുന്ന സ്വകാര്യ ടാക്സി, ഓട്ടോറിക്ഷകളെ തടയുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. ഇപ്പോൾ ഇവിടെ നിന്ന് സമരാനുകൂലികൾ ഈ ജാഥയ്ക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി പോയിട്ടുണ്ട്. അവർ മ്യൂസിയത്തിൽ നിന്ന് ലോക് ഭവനിലേക്ക് ജാഥ നടത്തുകയാണ്, മാർച്ച് നടത്തുകയാണ്. അത് LDFന്റെ കൺവീനർ TP രാമകൃഷ്ണൻ ആ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആ മാർച്ചിൽ സംസാരിക്കും. INTUC പ്രത്യേകമായാണ്, അതായത് ഈ സമര സമിതിയോടൊപ്പം ചേരാതെ INTUC കേരളത്തിൽ പ്രത്യേകമായാണ് സമരം നടത്തുന്നത്, പണിമുടക്ക് നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. INTUCയും സജീവമായി സമരരംഗത്തുണ്ട്. INTUCയുടെ തിരുവനന്തപുരത്തെ സമരപരിപാടികളുടെ ഉദ്ഘാടനം തമ്പാനൂർ RMSന് മുന്നിൽ K മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും അല്പസമയത്തിനകം എന്നുള്ളത് മനസ്സിലാകുന്നു. ഈ ഹാജർ നില, അതായത് സെക്രട്ടേറിയറ്റിലെ ഹാജർ നില നന്നേ കുറവാണ്. പക്ഷേ സെക്രട്ടേറിയറ്റിൽ ജീവനക്കാരെ ഇതുവരെ തടഞ്ഞിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ജീവനക്കാർക്ക് സംസ്ഥാന സർക്കാർ ഡയസ്റ്റോൺ പ്രഖ്യാപിച്ചു. ഈ സമരത്തിനെതിരെ ഡയസ്റ്റോൺ പ്രഖ്യാപിച്ചെങ്കിലും ജീവനക്കാരുടെ എണ്ണം കുറവാണ്. പല സ്ഥലം കട അടഞ്ഞു നടക്കുന്നു. ഏതാണ്ട് പൂർണ്ണമാണ് എന്ന് ഉറപ്പായും തലസ്ഥാന നഗരിയിൽ പറയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.